മെസ്സി ആണോ റൊണാൾഡോ ആണോ ഗോട്ട് എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ഡിബേറ്റ്? അതിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ലെന്ന് ഫുട്ബോളിനെ അറിയുന്നവർക്കറിയാം. ഇങ്ങനെ ഒരു ഫാൻ ഫൈറ്റ് എന്തിനാണ്? അവരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടോ? എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇത് നല്ലൊരു കാര്യമാണെന്ന്. കാരണം ഗോട്ട് എന്നാൽ മെസ്സി തന്നെയാണ്. ഈ ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർ, പ്ലെയർ എന്ന് പറയുന്നത് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ മിശിഹ തന്നെയാണ്. മെസ്സി പന്ത് കാലിൽ തൊടുമ്പോൾ വിസ്മയങ്ങൾ തീർക്കുന്ന മായാജാലക്കാരനാണ്. ഇടങ്കാലുകൊണ്ട് കളിക്കളത്തിൽ കവിതകൾ രചിക്കുന്ന ഫുട്ബോളിന്റെ മിശിഹായ്ക്ക് മുകളിൽ ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉറച്ച ശബ്ദത്തിൽ മിശിഹ എന്ന് വിളിക്കുന്നത്. മെസ്സിയും റൊണാൾഡോയും ഓരോ യുഗങ്ങളാണ്. പക്ഷേ ഈ ലോകത്ത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഒരു ഡിബേറ്റ് ഇല്ല, രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ എന്ന് ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറയാറുണ്ട്. അത് ശരി തന്നെയാണ്. രണ്ടാം സ്ഥാനം എന്നും റൊണാൾഡോക്ക് തന്നെയാണ്. ലോകത്തിലെ അപകടകാരിയായ സ്ട്രൈക്കർ അന്നും ഇന്നും എന്നും റൊണാൾഡോ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. പക്ഷേ കംപ്ലീറ്റ് പ്ലെയർ, സമ്പൂർണനായ കളിക്കാരൻ എന്ന് പറയുന്നത് മിശിഹ തന്നെയാണ്. അദ്ദേഹം വെറും ഒരു ഗോൾ സ്കോറർ മാത്രമല്ല, മികച്ച രീതിയിൽ പന്ത് ഡ്രിബിൾ ചെയ്യാനും കൃത്യതയാർന്ന പാസുകളിലൂടെ സഹകളിക്കാർക്ക് ഗോളവസരങ്ങൾ ഒരുക്കാനും ഒരുപോലെ കഴിവുള്ള, പ്ലേ മേക്കിങ്ങിന് ഒരുപോലെ കഴിവുള്ള ദി കംപ്ലീറ്റ് പ്ലെയർ എന്ന് പറയുന്നത് മെസ്സി തന്നെയാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ റെക്കോർഡും കംപ്ലീറ്റ് ഫുട്ബോളറായിട്ടുള്ള മെസ്സിക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട്. ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് ഫിഫ നൽകുന്ന ബാലൻഡിയോർ പുരസ്കാരം 8 തവണയാണ് ലയണൽ മെസ്സിക്ക് കിട്ടിയത്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് മെസ്സിക്ക് തന്നെയാണ്. 2 തവണ ലോകകപ്പിലെ മികച്ച താരമായി, 4 തവണ കോപ്പയിലെ മികച്ച താരമായി, 5 തവണയാണ് ബാലൻഡിയോർ പുരസ്കാരം റൊണാൾഡോക്ക് കിട്ടിയത്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, പൂർണ്ണനാവാൻ എല്ലാ കിരീടങ്ങളും നേടണമെന്നില്ല. സ്വയം ഇതിഹാസമായ ഒരാൾക്ക് എന്തിനാണ് കുറെ റെക്കോർഡുകളും കിരീടങ്ങളും? പോർച്ചുഗൽ എന്നൊരു രാജ്യത്തെ സ്വയം തോളിലേറ്റി 4 നൂറ്റാണ്ടോളം കൊണ്ടുപോയ ഇതിഹാസമാണ് അദ്ദേഹം. പോർച്ചുഗലിന് വേണ്ടി, പറങ്കിപ്പടയ്ക്ക് വേണ്ടി ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഒരു ഫ്ലക്സ് ഉയരുന്നുണ്ടെങ്കിൽ അത് റൊണാൾഡോ എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ബ്രസീലിനെ ബ്രസീലാക്കിയത് നെയ്മർ ആയിരുന്നില്ല. അർജന്റീനയെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള താരം മെസ്സി തന്നെയാണ്. 20 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ, വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാണ്. ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച്, ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ എല്ലാം മെസ്സിക്ക് സ്വന്തമാണ്. യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് മെസ്സി 6 തവണ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഗോൾഡൻ ബൂട്ട് ലഭിക്കുന്നതും ലയണൽ മെസ്സിക്ക് തന്നെയാണ്. ഇതുവരെ പോർച്ചുഗൽ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ പോലും എത്തിയിട്ടില്ല. എന്നാൽ മെസ്സിക്ക് കീഴിൽ 2 തവണയാണ് അർജന്റീന ഫൈനലിൽ എത്തിയത്. 1 തവണ കപ്പടിച്ചു. റെക്കോർഡുകളുടെ എണ്ണം വെച്ചാണെങ്കിൽ ഒരിക്കലും CR7 മെസ്സിക്ക് മുകളിലല്ല എന്ന യാഥാർത്ഥ്യം ആരാധകരെല്ലാം അംഗീകരിക്കണം. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ അംഗീകരിക്കാൻ പഠിക്കണം അത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോർച്ചുഗലിനായി എല്ലാം നേടിക്കൊടുത്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പോർച്ചുഗൽ താരം റൊണാൾഡോയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുൻപ് ഒരു കിരീടം പോലും പോർച്ചുഗലിനില്ലായിരുന്നു. അദ്ദേഹം വന്നതിനു ശേഷം 3 തവണ ജേതാക്കളായിട്ടുണ്ട് പോർച്ചുഗൽ. പക്ഷെ ഒന്ന് ചിന്തിക്കുക, പൂർണ്ണനാവാൻ എല്ലാ കിരീടങ്ങളും നേടണമെന്നില്ല. സ്വയം ഇതിഹാസമായ ഒരാൾക്ക് എന്തിനാണ് കുറെ റെക്കോർഡുകളും കിരീടങ്ങളും? പോർച്ചുഗൽ എന്നൊരു രാജ്യത്തെ സ്വയം തോളിലേറ്റി 4 നൂറ്റാണ്ടോളം കൊണ്ടുപോയ ഇതിഹാസമാണ് അദ്ദേഹം. പോർച്ചുഗലിന് വേണ്ടി, പറങ്കിപ്പടയ്ക്ക് വേണ്ടി ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഒരു ഫ്ലക്സ് ഉയരുന്നുണ്ടെങ്കിൽ അത് റൊണാൾഡോ എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. ബ്രസീലിനെ ബ്രസീലാക്കിയത് നെയ്മർ ആയിരുന്നില്ല. അർജന്റീനയാക്കിയത് ലയണൽ മെസ്സി ആയിരുന്നില്ല. എന്നാൽ പോർച്ചുഗലിനെ പോർച്ചുഗലാക്കിയതും ഫാൻസ് ഉണ്ടാക്കിയതും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരൊറ്റ പേര് മാത്രമാണ്.